ഗുരുവായൂർ കുന്നംകുളം ചാവക്കാട് ഏരിയയിലുള്ള ആളാണെങ്കിൽ ഇവിടെ പോയിട്ട് ഈ ഒരു അൽഫാം എന്തായാലും ഒന്ന് തിന്ന് നോക്കണം. ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന അൽഫാമാണ് ഇട്ടത്. ആ സ്പെഷ്യൽ മസാലയാണ് ഇപ്പോൾ ഈ അൽഫാമിൻ്റെ മേത്ത് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2-3 ഐറ്റം അൽഫാം ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഈ കാണുന്ന ഈ ഒരൊറ്റ ഐറ്റം അൽഫാം മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സൈസുള്ള അൽഫാമിൻ്റെ പീസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ക്വാർട്ടർ അൽഫാം സെറ്റാണ് ഇട്ടത്. അതിൻ്റെ കൂടെ ഈ കാണുന്ന ചോപ്പ് ചമ്മന്തിന്നോ മസാല എന്നോ എന്ത് വേണേലും പറയും. ഈ മസാല ഇട്ട് അവർ അൽഫാമിൽ തേച്ച് പിടിപ്പിച്ചിരുന്നത് നേരത്തെ. അപ്പോൾ ഇത് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇവിടുത്തെ അൽഫാം കഴിക്കാൻ. അത്യാവശ്യം നല്ല വലിയ പീസാണ്. 120 റുപ്പീസാണ് ഒരു ക്വാർട്ടർ അൽഫാമിന് വരുന്നത്. ആ സ്പെഷ്യൽ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് ഒരു പീസ് അൽഫാം ഇങ്ങനെ നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് അത് മയോണൈസിലും ചെറുതാക്കി ഒന്ന് മുക്കിയിട്ട് നമ്മളെ ക്യാമറ 0.5 ഇട്ടിട്ട് ജസ്റ്റ് ഒരു പീസ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എരിവ് എങ്ങനെയുണ്ട്? രക്ഷയില്ല അല്ലേ? അപ്പോൾ അൽഫാമിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം ചോദിച്ച് വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പ് തന്നെയാണ്. കൂടുതൽ ഐറ്റം ഒന്നുമില്ല. അൽഫാം, ഷവർമ, ചിക്കൻ ചില്ലി, അതിന് പിന്നെ പൊറോട്ട, കുബൂസ്, ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു കടയിൽ. പാർസൽ വാങ്ങാനാണ് കൂടുതൽ ആളുകൾ ഇവിടെ ഈ കടയിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കുന്നംകുളത്തിനും ഗുരുവായൂരിനൊക്കെ ഇടയിലുള്ള തൊയ്യൂർ ICA കോളേജിൻ്റെ അടുത്താട്ടോ നമ്മുടെ അൽ ഹയാം റെസ്റ്റോറൻറ്റ് വരുന്നത്.